നമസ്കാരം. നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് മറ്റു പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ചിലരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അവനിപ്പോ നല്ല പൊസിഷനിലായി, പക്ഷെ പണ്ട് അത്ര പഠിക്കൊന്നും ചെയ്യില്ലായിരുന്നു, വലിയ ബുദ്ധിയൊന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും, അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, അവനൊക്കെ എവിടെയോ എത്തേണ്ട ആളാണ്, പക്ഷെ ഒന്നും ആവാൻ അവന് കഴിഞ്ഞില്ല, എന്താണാവോ സംഭവിച്ചത് എന്ന്. തീർച്ചയായിട്ടും ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്കുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വാൾട്ടർ മിഷേൽ എന്നുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഇതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തി. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള കുറച്ച് കുട്ടികളെ അദ്ദേഹം ഒരു റൂമിലാക്കി. ആൻഡ് അവർക്ക് എല്ലാവർക്കും ഓരോ മിഠായി വീതം കൊടുത്തു. അവരോട് പറഞ്ഞു, ഞാനൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും, അതുവരെ ഈ മിഠായി കഴിക്കാത്ത ആളുകൾക്ക് ഞാൻ വന്നാൽ വീണ്ടും തന്നെ ഇതേ മിഠായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഡോർ അടച്ച് പുറത്തുപോയി. അദ്ദേഹം അവരെ ക്യാമറയിലൂടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ പല കുട്ടികളും 5 മിനിറ്റ് 10 മിനിറ്റ് വരെയൊക്കെ പിടിച്ചു നിന്നു, കൊതിയെല്ലാം പിടിച്ചു നിന്ന് കഴിക്കാതിരുന്നു. എന്നാൽ അതിനുശേഷം അവർക്ക് അറിയാതെ അതെടുത്ത് കഴിച്ചുപോയി. എന്നാൽ ചില കുട്ടികളാവട്ടെ, അവർക്ക് ആ ഒരു ടെംപ്ടേഷൻ വരുമ്പോൾ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ ഓടിക്കളിക്കുകയോ ചെയ്ത് അവരുടെ ശ്രദ്ധ തന്നെ അതിൽ നിന്ന് മാറ്റുന്നതായിട്ട് അദ്ദേഹം വളരെ രസകരമായിട്ട് ആസ്വദിച്ചു കണ്ടു. സോ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അദ്ദേഹം വരുന്നത് വരെ മിഠായി കഴിക്കാതെ വെയിറ്റ് ചെയ്തതും രണ്ടാമത്തെ മിഠായി വാങ്ങിച്ചതും. സോ ഈ കുട്ടികൾ തന്നെ വളർന്നു വലുതായതിനു ശേഷം അദ്ദേഹം കാണാൻ കഴിഞ്ഞത്, ഇതുപോലെ ക്ഷമയോടെ കാത്തിരുന്ന കുട്ടികളാണ് ലൈഫിൽ പിന്നീട് മറ്റുള്ള കുട്ടികളെക്കാൾ വളരെ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കണ്ടത്. സോ അദ്ദേഹം ഇതിൽ നിന്ന് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇമോഷണൽ കൺട്രോളും സെൽഫ് കൺട്രോളും നമ്മുടെ നോളേജിനേക്കാളും നമ്മുടെ സ്കില്ലിനേക്കാളും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ക്ലാസിക്കൽ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്? നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ, നമുക്കൊരു ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആവാൻ കഴിയും. അല്ലാതെ ഐക്യയോ എഡ്യൂക്കേഷനോ സ്കിൽസോ മാത്രം ഉള്ളത് കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് സക്സസ് ആവാൻ കഴിഞ്ഞെന്ന് വരില്ല. സോ ഓൾവേസ് ട്രൈ ടു ഇംപ്രൂവ് യുവർ ഇമോഷണൽ ഇന്റലിജൻസ്. താങ്ക് യു.